നമസ്കാരം. ഏഴരശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമായി. ഇന്ന് ഒരുപാട് വീഡിയോകളിൽ ഏഴരശനി വരികയാണ്, തടസ്സമാണ്, കാര്യങ്ങൾ നടക്കില്ല, കുറേ കാലതാമസമുണ്ടാകും എന്നിങ്ങനെ കേട്ട് ശനി ദോഷം എന്ന് കേട്ട് നാം ഏവരും ഇല്ലെങ്കിൽ കുറച്ചു പേരെങ്കിലും ഭയചകിതരായി കഴിയുകയാണ്. കാരണം ഏഴരശനിയാണ്, 7.5 കൊല്ലമുണ്ട് ഏഴരശനി. അത് നാം എങ്ങനെ നോക്കിക്കാണണം എന്നുള്ള ഒരു ചിന്തയാണ് ഈ എപ്പിസോഡിൽ, ഈ വീഡിയോയിലൂടെ. അതായത് ഒരു ഉദാഹരണമാണ് പറയുവാൻ. എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്, അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പ്രയാസം. എന്നിരുന്നാലും പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ഇറ്റ് ഈസ് ഈസിയർ സെഡ് ദാൻ ഡൺ എന്ന് പറയും. അപ്പോൾ നാം ചിന്തിക്കുമ്പോൾ ഒരു പേഴ്സ്പെക്റ്റീവാണ്. ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ട്. കുറച്ചു പേർ ഇതിനകത്ത് പകുതി വെള്ളമുണ്ടല്ലോ എന്ന് കാണുന്നു. ഒട്ടുമുക്കാൽ ആൾക്കാരും പകുതിയേ ഉള്ളൂ, പകുതി വെള്ളമില്ലല്ലോ, ആ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് കാണുന്നത്. ഈ രണ്ട് പേഴ്സ്പെക്റ്റീവിനും വളരെയേറെ അന്തരമുണ്ട്. ഈ പേഴ്സ്പെക്റ്റീവിൽ ഏഴരശനിയുമായിട്ട് എങ്ങനെ നമുക്ക് നോക്കാം? കാരണം ഈ ഏഴരശനി എന്ന് പറയുന്നത് തന്നെ ജീവിതം നാം പഠിക്കുകയാണ്. ശനി നമ്മളെ പഠിപ്പിക്കുകയാണ്. വളരെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന 7.5 കൊല്ലങ്ങൾ ജീവിതം മുഴുവനും നാം പഠിക്കും. അതിനി നാം അക്സെപ്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജീവിതം നമ്മെ പഠിപ്പിക്കും. അങ്ങനെ രണ്ട് എക്സ്ട്രീംസും മനസ്സിലാക്കുവാനായിട്ട് ഏഴരശനി വളരെയേറെ ഗുണകരമായിട്ട് ഉള്ള കാലഘട്ടം കൂടിയാണ്. അപ്പോൾ നാം ഏവരും ചിന്തിക്കേണ്ടത് ഹാഫ് എംപ്റ്റി ചിന്തിക്കണോ, ഹാഫ് ഗ്ലാസ് വാട്ടർ ചിന്തിക്കണോ, ഹാഫ് ഫുൾ ഓഫ് വാട്ടർ എന്ന് ചിന്തിക്കണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ തലമുറ മുഴുവനും ഇല്ലെങ്കിൽ ഒട്ടുമുക്കാൽ ആൾക്കാരും ഇന്നത്തെ ചിന്താഗതിക്കനുസരിച്ച് ഇല്ല എനിക്ക് പോരാ, മതിയായില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക്, ചിന്താ പദ്ധതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ, ആവശ്യത്തിൽ കൂടുതൽ ധനം ഒരുപാട് പ്രശ്നങ്ങൾക്ക് ആകുന്നുണ്ട്. അപ്പോൾ നാം ഈ ഏഴരശനിയുടെ കാലഘട്ടത്ത് കാണുന്നതെല്ലാം തന്നെ നമുക്കൊരു വീടുണ്ടെങ്കിൽ എനിക്ക് വീടുണ്ടല്ലോ എന്ന് ചിന്തിക്കുക. ഒരു സൈക്കിളോ സ്കൂട്ടറോ കാറോ ഉണ്ടെങ്കിൽ എനിക്കിത് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുക. 4 നേരം പ്ലേറ്റ് എടുത്തു വെച്ചാൽ ഭക്ഷണം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ട് ഇനിയെങ്കിലും ചിന്തിക്കുക, എൻ്റെ മുമ്പിൽ ആഹാരം വന്നിട്ടുണ്ട്. ഈ ആഹാരം കിട്ടാതെ ലക്ഷോപലക്ഷം ജനങ്ങൾ ലോകത്തുണ്ട്. നാം എത്ര ഭാഗ്യവാന്മാരാണ്. ഒരിക്കലും ചിന്തിക്കുന്നില്ല ആരും. കാരണം അതിലുള്ള കുറവുകളെ നോക്കി നാം ശീലിച്ചു. എന്നിട്ട് ആഹാരം കഴിക്കുമ്പോൾ ഏഴരശനിയെക്കുറിച്ച് 10 പഴി, 7.5 ശനിയുടെ പുറത്തായി പഴി. ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ എന്നുള്ളത്. ആഹാരം കിട്ടി. തീർച്ചയായിട്ടും ഏവരും ചിന്തിക്കേണ്ട വസ്തുതയാണ് ഈ 7.5 ശനി കാലഘട്ടത്ത് നമ്മളുടെ പേഴ്സ്പെക്റ്റീവ്. പകുതി ഗ്ലാസ്സിൽ വെള്ളമുണ്ടെങ്കിൽ എനിക്കിത്രയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ച ശേഷം വീണ്ടും മുന്നേറാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിപ്പോരുന്നതാകയാൽ 7.5 ശനി കാലഘട്ടം നമ്മൾ ഈസിയായിട്ട് കടന്നു പോകാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ മന്ത്രജപം കൂട്ടുക, നാമജപം കൂട്ടുക, അത് മനസ്സിന് ബലമേകും. അതുകൊണ്ടാണ് 7.5 ശനി കാലഘട്ടത്ത് ശനിയാഴ്ച വ്രതമിരിക്കുവാനായിട്ട് പറയുന്നത്. ശിവനെ ഭജിക്കുക, ശാസ്താവിനെ ഭജിക്കുക, ഹനുമാനെ ഭജിക്കുക എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ശനിയാഴ്ച തോറും പാവപ്പെട്ടവർക്ക് അന്നദാനം നൽകുക. അന്നദാനം എന്നിവിടെ ഉദ്ദേശിച്ചത് എവിടെയെങ്കിലും അന്നദാനം നടത്തുന്ന അവിടെ പൈസ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ എഫർട്ട് കുറഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ തന്നെ ശ്രമിച്ച് നമ്മളുടെ കുറച്ച് പ്രയാസം, നമ്മുടെ സമയം മാറ്റിവെച്ച് വീട്ടിൽ തന്നെ ചോറ് ഇല്ലെങ്കിൽ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി പാഴ്സൽ ചെയ്ത് 2 പേർക്കെങ്കിലും കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. അത് സാധിക്കാത്ത പക്ഷം നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്നെങ്കിലും ഭക്ഷണം 2 പേരിലേക്ക് എത്തിക്കുക. എന്നിങ്ങനെ കുറേ സത്പ്രവൃത്തികളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ 7.5 ശനി കാലഘട്ടം നാം അറിയാതെ കടന്നു പോകും. നിങ്ങളിൽ ചിലരെങ്കിലും ഇങ്ങനെ 7.5 ശനി കടന്നു പോയത് പോലും അറിഞ്ഞു കാണത്തില്ല. അതുകൊണ്ട് ഇവിടെ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത് നമ്മുടെ പേഴ്സ്പെക്റ്റീവിനെ ചേഞ്ച് ചെയ്താൽ ഒരുപക്ഷെ വേദന അധികമില്ലാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഉള്ളതിനെ ചിന്തിച്ച് നല്ലവണ്ണം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ
തർക്കമില്ലാത്ത കാര്യമാണ്. നമസ്കാരം.